ലൈഫ് ഓഫ് ട്രാവഡൈസ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മുടെ അർജുന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ചക്കപ്പഴം സീരിയലൊക്കെ ഫേമസ് ആയിട്ടുള്ള അർജുൻ പിന്നെ ഡാൻസറൊക്കെയാണ്. നമുക്ക് അർജുന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്നലെ ലാലേട്ടന്റെ വീട് നമ്മൾ കാണിച്ചിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അർജുന്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അർജുന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാ ഈ കാണുന്ന കേട്ടോ അർജുന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഉള്ളത്. ലാലേട്ടന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. ലാലേട്ടന്റെ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗേറ്റ് വരുന്നത് അർജുന്റെ വീടാണ്. വളരെ മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഭംഗിയുള്ള പ്രദേശം തന്നെയാണ്. നമുക്ക് മുകളിലാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ലാലേട്ടന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടും നമുക്ക് കാണാൻ സാധിക്കുക. ഫേമസ് ഡാൻസറും ആക്ടറുമായിട്ടുള്ള താര കല്യാണിന്റെ മോളെയാണ് അർജുൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. താര കല്യാൺ ഡാൻസ് അക്കാദമി എന്നും നമുക്കൊരു ബോർഡ് അവിടെ കാണാൻ സാധിക്കും. അർജുന്റെ സഹോദരൻ അരുൺ വന്നിട്ട് നമുക്ക് ഗേറ്റ് എല്ലാം ഓപ്പൺ ചെയ്തു തന്നു. ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നമുക്ക് അകത്തേക്കൊന്നും പോയിട്ട് വരാം. ഓക്കെ, നമ്മുടെ അർജുൻ വളരെ നല്ലൊരു ആക്ടറും ഒരു കൊമേഡിയനും അതുപോലെ ഒരു ഡാൻസറുമാണ് കേട്ടോ. അർജുന്റെ വീടാണ് ഇവിടെ ഉള്ളത്. അർജുനും ഭാര്യയും അർജുനും മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അരുണും ഇവിടെ താമസിക്കുന്നുണ്ട്. ചക്കപ്പഴം എന്ന സീരിയലിലൂടെയാണ് അർജുനെ എല്ലാവരും അറിയാൻ തുടങ്ങിയതും നല്ലൊരു കൊമേഡിയനായിട്ട് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായതും അർജുന്റെ ഫാനായി മാറിയതും ഈ സീരിയലിലൂടെയാണ്. താര കല്യാണിന്റെ പേരുള്ള ഒരു ഡാൻസ് അക്കാദമി നമുക്കിവിടെ പുറത്ത് കാണാൻ സാധിക്കും. അർജുനും അർജുന്റെ വൈഫും നല്ല ഡാൻസേഴ്സ് ആണ്. അവർ തന്നെയാണ് ഡാൻസ് അക്കാദമി ഇവിടെ നടത്തുന്നത്. അർജുന്റെ സഹോദരൻ അരുൺ വളരെ കമ്പനിയാണ് കേട്ടോ. നമ്മളെ കൂടെ നിർത്തുകയും സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്തു. നല്ലൊരു വ്യക്തിയാണ് അരുൺ. നമ്മുടെ അർജുന്റെ ഒരു മെയിൻ ഹോബിയാണ് കേട്ടോ ഡോഗുകളെ വളർത്തുക എന്നുള്ളത്. ഇവിടെ കുറെ ഡോഗ്സിനെയൊക്കെ കാണാം. നല്ല ഇനം വില കൂടിയ ഡോഗുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ കാണുകയും ചെയ്തു. പുറത്തൊരു ഡോഗിനെ ഇവിടെ അയച്ചിട്ടിട്ടുണ്ട്. അഗ്രസീവായിട്ടുള്ള ഡോഗ് തന്നെയാണത്. പിന്നെ അവരുടെ വീടിന്റെ അടുത്ത് തന്നെ വേറൊരു കൂട്ടിൽ നല്ലൊരു ഡോഗിനെ കണ്ടു. നല്ലൊരു വിദേശ ഇനം ഡോഗ് തന്നെയാണ്. കണ്ടപ്പോൾ എനിക്ക് വളരെ ആകർഷകം തോന്നി. നിങ്ങൾക്കും ആ ഡോഗ്സിനെ ഒന്ന് കാണിച്ചു തരാം. മുഖെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഡോഗ് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ അർജുന്റെ ഡോഗുകളാണ് കേട്ടോ. ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ ഇന്നു തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അർജുൻ ഉപയോഗിക്കുന്ന 2 കാറുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇപ്പോ തലേ ദിവസം രാത്രി പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അവർ കിടന്നുറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. വിളിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തിട്ട് പോകുന്നതാണ്. മറ്റൊരു ദിവസം അവരെ ഇന്റർവ്യൂ ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. പിന്നെ അർജുൻ കുറെ പക്ഷികളെയും ഇവിടെ വളർത്തുന്നു കേട്ടോ. കുറെ തത്തകളെയും അതുപോലെ തന്നെ ലവ് ബേർഡ്സ് തുടങ്ങിയ പക്ഷികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ വലിയൊരു കൂടിനകത്താണ് ഇതെല്ലാം ഉള്ളത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ് സൈനിങ് ഓഫ്.